എബ്രഹാം ഖുറേഷിയുടെ വലങ്കയായിട്ട് സാവുച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എന്നുള്ളത് അങ്ങനെ കുറേ ഞാനും കണ്ടായിരുന്നു. ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമകൾ കാണണമെന്ന്. എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ, ആക്ഷൻ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ നമുക്കും അതിനകത്ത് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ ചെയ്ത പടങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റ് സിനിമകൾ. അപ്പോൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് നമുക്ക് ആക്ഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാകും. പിന്നെ ഇങ്ങനെയുള്ള നല്ല നിർമ്മാതാക്കളുടെ ആക്ടേഴ്സിനോടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അത് വിളിക്കുമെന്ന് വിചാരിക്കുന്നു. എമ്പുരാൻ 3 വിളിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആലോചിച്ച് ഈ എമ്പുരാൻ അടുത്ത വില്ലനായിട്ടൊക്കെ നമ്മളെ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. അവസാനമൊക്കെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യും. മേക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണല്ലോ, അവർക്ക് ആരെയാണ് കാസ്റ്റ് ചെയ്യേണ്ടത്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ. പഴശ്ശിരാജ് ഇറങ്ങിയപ്പോഴും ഞാൻ പ്രതീക്ഷയായിരുന്നു ഇങ്ങനെ ഇതിനകത്തൊരു ഭാഗം. അതിനകത്ത് നായിക ഒരിക്കലും എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ അറിയില്ലായിരുന്നു പുള്ളിക്കാരി നായികയായിരുന്നു അതിനകത്ത്. എന്നോട് ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഒരു ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം അന്വേഷിച്ചു സുന്ദരിയായ സ്ത്രീ എന്നോട് വന്ന് ചോദിച്ചു, ഹൗ കം യു ആർ നോട്ട് ഇൻ പഴശ്ശിരാജാന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഹൂ ആർ യു ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞു അത് അവരുടെ മേക്കേഴ്സിൻ്റെ ഇഷ്ടമാണ്. എനിക്ക് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹീറോയിൻ ഓഫ് പഴശ്ശിരാജ, കനിയായിരുന്നു. അല്ലെങ്കിൽ സിനിമകളുടെ ചേട്ടൻ്റെ ഒരു റോള് നായകൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ആ നായകൻ്റെ ഭയങ്കര ശക്തമായ ഒരു ടീമായിരിക്കും എന്നൊരു, അതെനിക്ക് തോന്നുന്നു വില്ലനായിട്ട് ഒരുപാട് പേരെ ഞാൻ പേടിപ്പിച്ചെന്ന് തോന്നുന്നു. 2020 വന്നപ്പോൾ. അതെ അതെ. അപ്പോൾ ആ നായകൻ്റെ കൂടെ ആകുമ്പോൾ അവർക്കൊരു ആശ്വാസം. അങ്ങനെ ഒരുപാട് എമ്പുരാൻ 3 ഒന്ന് വിളിക്കണം അവരെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് വിളിക്കണമെന്നാണ് തോന്നുന്നു. അല്ലേ, അത് ഞാനങ്ങനെ വിളിക്കാറില്ല. അവരുടെ സ്വാതന്ത്ര്യമാണ്. സാറിനവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത നായകന്മാർ ഒതുക്കിയെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ആകാൻ പാടില്ല. അത് ചെറിയ ഭീതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ പടത്തിൽ എന്നെ കാശ് ചെയ്യുന്നില്ല. നല്ല ഇത്ര സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഞാനും ഒരുപാട് സ്റ്റാറുകളായിട്ടുള്ള സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. എന്നിട്ടും അവരുടെ പല സിനിമകളും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തിനാണ് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതായിരിക്കത്തില്ല, ഒരു കഥ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ, അത് ആ സ്ക്രിപ്റ്റ് റൈറ്ററും അല്ലെങ്കിൽ ഡയറക്ടറും കൂടെ തീരുമാനിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ സ്യൂട്ടബിൾ ആയില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഇടിച്ച് കയറി കഴിഞ്ഞാൽ അത് ഏച്ച് കെട്ടി മുഴച്ചെന്ന് പറയും. ആ കഥാപാത്രം ആ സിനിമയിൽ ഷൂട്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ സിനിമയിൽ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടേതായ ഒരു ചിന്താഗതി ഉണ്ടാവണമല്ലോ. ഇപ്പോൾ ഈ ജാക്കി ചാൻ, ബ്രൂസ്ലി ഒക്കെ സിനിമയിൽ വന്നത് മാർഷൽ ആർട്സ് കൊണ്ടാണ്. അപ്പോൾ ചേട്ടനൊരു പക്ഷേ മാർഷൽ ആർട്സ് പഠിച്ചില്ലായിരുന്നെങ്കിൽ സിനിമയിലേക്ക് വരില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടായിരുന്നു? മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഒരു ആഡഡ് ക്വാളിഫിക്കേഷനാണ്. സിനിമയിലേക്ക് വരും, പക്ഷേ എനിക്ക് തോന്നുന്നു ആക്ഷൻ സിനിമകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോങ് സ്റ്റാൻഡിങ്. ഇപ്പം എമ്പുരാനാണെങ്കിലും ആൾക്കാരൊരു ഗംഭീര ആക്ഷൻ സിനിമ പ്രതീക്ഷയാണ്, അതുപോലെ ബുക്കിംഗ് വന്നു. അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു നല്ല മാർക്കറ്റുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ആ ഒരു ഇതുള്ളതുകൊണ്ടാണോ ആഷിക്കപ്പം ഇടുക്കി കോട്ടയിലേക്ക് കാസ്റ്റ് ചെയ്തത്? ആയിരിക്കണം, പക്ഷേ അതിനകത്ത് നമ്മുടെ കൈ ഒടിഞ്ഞു പോയില്ല. അത് ശരിക്കും ഒടിഞ്ഞത് തന്നെ അല്ല, അതങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ആക്ഷൻ അതിൻ്റെ അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ എന്നിൽ നിന്ന് ആക്ഷൻ പ്രതീക്ഷിക്കുമല്ലോ ജനങ്ങൾ. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി എന്തോ ഒരു സംഭവം ചെയ്താൽ അതൊക്കെ ഒരു ആക്ഷൻ ബേസ്ഡ് സിനിമയല്ല. അപ്പോൾ ഞാൻ എൻ്റെ വാല്യുള്ള അതുപോലത്തെ ഒരു സിനിമ അതിന് ശേഷം എൻ്റെ ഇന്ന് വരെ എനിക്ക് ഒരു ആക്ഷനിൽ ഫുള്ളായിട്ട് ആക്ഷൻ ചെയ്യാനുള്ള സിനിമ ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. മറ്റുള്ള ഞാൻ ചന്ത, കടൽ, ദാദ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ 1:3 ഒരു 3 ആക്ഷൻ. അത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം കൊണ്ടാണ്. രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് പാക്കപ്പ് ചെയ്യുന്ന ആക്ഷനേ ഉള്ളൂ. ഒരാക്ഷൻ ഒരു ദിവസമാണ് ഞങ്ങൾ. ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ ഷൂട്ട് ചെയ്ത് 2 ദിവസം കൊണ്ട്, അല്ല 2 മണിക്കൂർ കൊണ്ട്. ഇന്ന് നമ്മളെ പെട്ടെന്നുള്ള ഫാസ്റ്റായിട്ടുള്ള സിനിമ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ദിവസങ്ങൾ കിട്ടും. പിന്നെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് അതുപോലെ ഒരു 1 ബഡ്ജറ്റ് ആക്ഷൻ ചെയ്യാൻ കിട്ടിയാൽ അത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ബേസ് ഫൗണ്ടേഷൻസ് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് ഉണ്ട്. ഒരു ജനങ്ങൾക്ക് നമ്മളോട് ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മളെപ്പോഴും പിടിച്ചു നിൽക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ കേട്ടോ?